ഹോർമുസ് മറികടന്ന് ഒമാനുമായുള്ള ഇന്ത്യയുടെ വിപ്ലവകരമായ കരാർ. കഴിഞ്ഞ വർഷം അവസാനം ഇന്ത്യയും ഒമാനും സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഔദ്യോഗികമായി ഒപ്പുവെച്ചപ്പോൾ ഈ കരാർ ഇന്ത്യക്ക് ഇത്ര പെട്ടെന്ന് പ്രധാനപ്പെട്ടതാണെന്ന് ചുരുക്കം ചിലർക്ക് മാത്രമേ സങ്കല്പിക്കാൻ കഴിഞ്ഞുള്ളൂ. അക്കാലത്ത് ഇറാനുമായി യുദ്ധം നടന്നിരുന്നില്ല, ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടിയതുമില്ല. എന്നാൽ ഇപ്പോൾ സ്ഥിതി പൂർണ്ണമായി മാറി. ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന ഈ കരാർ ഹോർമുസ് കടലിടുക്കിന് ഇന്ത്യയുടെ ബദലായി മാറിയിരിക്കുന്നു. ഈ കരാർ ഇന്ത്യക്ക് ഒമാന്റെ വ്യാപാര ഊർജ്ജ റൂട്ടുകളിലേക്ക് പ്രവേശനം നൽകുന്നു. ഈ വർഷം ഫെബ്രുവരിയിൽ ഒമാൻ സുൽത്താൻ ഈ കരാറിന് അംഗീകാരം നൽകി. ഈ കരാർ പ്രകാരം ഒമാൻ അതിന്റെ താരിഫ് ലൈനുകളുടെ 98% ഇന്ത്യക്കുള്ള കസ്റ്റംസ് തീരുവ ഒഴിവാക്കും. ഇത് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഉടനടി മുൻഗണനാ വിപണി പ്രവേശനം നൽകും. തുണിത്തരങ്ങൾ, തുകൽ, ഫാർമസ്യൂട്ടിക്കൽസ്, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഈ കരാറിൽ നിന്നും നേരിട്ട് പ്രയോജനം ലഭിക്കും. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് ഹോർമുസ് കടലിടുക്ക് നിർണായകമാണ്. ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ ഏകദേശം 45%, LNGയുടെ 55%, LPG ഇറക്കുമതിയുടെ 90% എന്നിവ ഈ കടൽപാതയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് അടച്ചുപൂട്ടുന്നത് ഇന്ത്യക്ക് ഒരു പ്രധാന വെല്ലുവിളി ഉയർത്തുന്നു. ലെബനനിൽ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘനങ്ങൾ നടത്തിയെന്നാരോപിച്ച് ചൊവ്വാഴ്ച ഇറാൻ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടുമെന്ന് ഭീഷണിപ്പെടുത്തി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 24 ടാങ്കറുകൾ കടലിടുക്ക് വഴി കടന്നുപോയതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അവയിൽ മിക്കതും ഏഷ്യൻ വിപണികളിലേക്കാണ് പോയത്. അമേരിക്കയും ഇറാനും തമ്മിൽ വെടിനിർത്തലും നയതന്ത്ര ചർച്ചകളും നടക്കുന്നുണ്ടെങ്കിലും ഷിപ്പിംഗ് കമ്പനികളും ഇൻഷുറൻസ് മേഖലയും ഇപ്പോഴും ഹോർമുസ് കടലിടുക്ക് അങ്ങേയറ്റം അപകട സാധ്യതയുള്ളതായി കണക്കാക്കുന്നു. ഇന്ത്യക്ക് സുരക്ഷിതമായ ഒരു ഓപ്ഷനായി ഒമാൻ ഉയർന്നു വരുന്നു. ഒമാനിലെ പ്രധാന തുറമുഖങ്ങളായ ദുഖം, സൊഹാർ, സലാല എന്നിവ ഹോർമുസ് കടലിടുക്ക് പുറത്ത് അറബിക്കടൽ നേരിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇത് ഊർജ്ജ വിതരണത്തിനായി ഇന്ത്യക്ക് സുരക്ഷിതമായ ഒരു കടൽപാത നൽകുന്നു. ആഴക്കടൽ പൈപ്പ് ലൈൻ പദ്ധതികൾ, LPG, അസംസ്കൃത എണ്ണ എന്നിവയുടെ വലിയ സംഭരണ കേന്ദ്രങ്ങളുടെ വികസനം എന്നിവയുൾപ്പെടെ നിർണായക ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങളിൽ സഹകരിക്കാൻ ഒമാന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഇന്ത്യക്ക് അവസരമൊരുക്കുന്നുണ്ട്. ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഇന്ത്യ പശ്ചിമേഷ്യയെ വളരെയധികം ആശ്രയിക്കുന്നതിനാൽ ആഗോള വിതരണത്തിലെ തടസ്സങ്ങൾക്കെതിരെ അധിക സംഭരണശേഷി വികസിപ്പിക്കുന്നത് ഒരു സംരക്ഷണമായി വർദ്ധിക്കും. ഇതിനായി ഏകദേശം $4.8 ബില്യൺ ചിലവ് പ്രതീക്ഷിക്കുന്ന ഒരു അണ്ടർസീ പൈപ്പ് ലൈൻ പദ്ധതി ഇന്ത്യ പിന്തുടരുകയാണ്. ഈ പദ്ധതിയിലൂടെ ഒമാനിൽ നിന്നും ഗുജറാത്തിലേക്ക് പ്രതിദിനം 31 ദശലക്ഷം സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം എത്തിക്കാൻ സാധിക്കും. ഏകദേശം 2000 കിലോമീറ്റർ ദൈർഘ്യമുള്ള പൈപ്പ് ലൈൻ അറബിക്കടലിനടിയിലൂടെ 3450 മീറ്റർ വരെ ആഴത്തിൽ കടന്നു പോവുകയും ഹോർമുസ് കടലിടുക്കിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യയെ സഹായിക്കുകയും ചെയ്യും. ഈ പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനും അതിന്റെ നടത്തിപ്പിനായി ആസൂത്രണം ചെയ്യുന്നതിനുമുള്ള ഉത്തരവാദിത്തം സർക്കാർ ഊർജ്ജ കമ്പനികളായ ഗെയിൽ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്നിവരെ ഏൽപ്പിച്ചിരിക്കുന്നുണ്ട്. ഇത്രയും ആഴത്തിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് സാങ്കേതികമായി വളരെ വെല്ലുവിളി നിറഞ്ഞതാണെങ്കിലും ഇന്ത്യയുടെ ദീർഘകാല ഊർജ്ജ സുരക്ഷയും ഊർജ്ജ വിലകളിൽ സ്ഥിരതയും ഉറപ്പാക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പായി ഇതിനെ കണക്കാക്കുന്നു. നേരിട്ടുള്ള വാതക വിതരണത്തിലൂടെ ഇന്ത്യക്ക് പ്രതിവർഷം ഏകദേശം $1 ബില്യൺ ലാഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ CEPA കരാർ കാരണം നിർണായക ഊർജ്ജ കയറ്റുമതികൾക്ക് തീരുവരഹിത ആക്സസ് ഉള്ളതിനാൽ ഒമാൻ ഇന്ത്യയുടെ അടിയന്തര ഊർജ്ജ കവാടമായി വർത്തിക്കും. ഒമാനിലെ പ്രധാന